ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം തുണി കഴുകൽ എന്നുള്ളതാണ്. ഇന്ന് നമ്മളെല്ലാവരും തുണി കഴുകുന്നത് വാഷിംഗ് മെഷീനിലാണല്ലോ. ഇപ്പം വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകളില്ല. എല്ലാവരും വാഷിംഗ് മെഷീനിൽ മാത്രമേ തുണി കഴുകാൻ പറ്റുള്ളൂ. വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിൽ തുണി കഴുകാതെ വെക്കും. അത് റിപ്പയറോ എന്തെങ്കിലും പ്രശ്നങ്ങളായി കറണ്ടില്ല അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് ശരിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥയിലാണ്. ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. കാരണം ഇന്നിപ്പം എന്തെങ്കിലും കാരണവശാൽ അലക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അത് വാഷിംഗ് മെഷീനിൽ ഇടുക എന്നുള്ളതാണ്. അല്ലാതെ കൈ കൊണ്ട് ആ സമയം കൊണ്ട് ചെയ്യാം എന്നിപ്പം പറ്റാത്തൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ബാത്റൂമിൽ നിന്നൊന്നും അത് കഴുകാൻ പറ്റാത്ത, അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അങ്ങനെയാണ് സത്യാവസ്ഥ. ചെയ്യാതെ നമുക്ക് അത് ശീലമില്ലാതായി. പക്ഷേ ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പം. ആ കാലത്ത് നമ്മൾ ഒരു മടിയും കൂടാതെ വീട്ടിലുള്ള എല്ലാവരുടെയും വസ്ത്രങ്ങൾ ബക്കറ്റിലാക്കി കിണറ്റ് വക്കിലേക്ക് പോയി. അന്ന് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വേണം തുണി കഴുകാൻ. അല്ലാതെ പൈപ്പൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. വീട്ടിലൊന്നും കറണ്ടില്ലായിരുന്നു, പൈപ്പില്ലായിരുന്നു. അപ്പം കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് ബക്കറ്റിലേക്ക് ഒഴിച്ച് കിണറ്റുകരയിൽ തന്നെയുള്ള കല്ലിൻ്റെ മേൽ ഓരോരോ തുണികളായി വെള്ളത്തിൽ മുക്കി കല്ലിൻ്റെ മേലേക്ക് വെച്ച് 501 ബാർ പോലെയുള്ള മഞ്ഞ നിറത്തിലുള്ള കട്ട സോപ്പ് കൊണ്ട് ഉരച്ച് അതിനുശേഷം അത് കുത്തി 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 പതയാക്കി അതിനുശേഷം അടിച്ച് അലക്കേണ്ട തുണികളാണെങ്കിൽ അടിച്ചലക്കുകയും കുത്തി തിരുമ്പേണ്ട തുണികളാണെങ്കിൽ കുത്തി കഴുകുകയും ചെയ്യുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ കുത്തി കഴുകി വെള്ളത്തിൽ മുക്കി അത് വീണ്ടും കല്ലിലിട്ട് ഉരച്ച് അതിൻ്റെ മുഷിഞ്ഞ സ്ഥലങ്ങൾ നോക്കി വീണ്ടും ഒന്നുകൊണ്ട് സോപ്പിട്ട് നല്ല പതയാക്കി അത് കഴുകിയതിന് ശേഷം ആ ബക്കറ്റിലെ വെള്ളത്തിൽ അത് ഉലുമ്പി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കും. അങ്ങനെ ഓരോരോ തുണികളായിട്ട് വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സുകൾ, ഒരു ബക്കറ്റ് നിറച്ചും ഡ്രസ്സുകളുണ്ടാവും. അതൊന്നും ഒരു മടിയും കൂടാതെ ഓരോരോ തുണികളായി എടുത്ത് നമ്മൾ കഴുകി കല്ലിലിട്ട് ഉരച്ചും അടിച്ചും അലക്കിയതിന് ശേഷം അതെല്ലാം ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ട് വീണ്ടും കിണറ്റുകരയിൽ തന്നെ നിന്ന് കിണറ്റിൽ നിന്ന് ബക്കറ്റിൽ വെള്ളം എടുത്ത് വേറെയുള്ള വലിയ ബക്കറ്റിൽ ഒഴിച്ച് വെച്ച് 1-2 ബക്കറ്റുകൾ അടുത്തടുത്ത് വെച്ച് അതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ട് ഈ അലക്കി കഴിഞ്ഞ തുണികളൊക്കെ ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഒലുമ്പി പിന്നെ അടുത്ത ബക്കറ്റിലെ വെള്ളത്തിൽ ഒലുമ്പി പിഴിഞ്ഞെടുക്കുമ്പോൾ ആ തുണികൾക്കുണ്ടാകുന്ന ഒരു വൃത്തിയും കൈകൊണ്ട് തൊടുമ്പോഴുള്ള ഒരു സുഖവും ഇന്നത്തെ വാഷിംഗ് മെഷീനിൽ തിരുമ്പിയ ഒരു തുണിക്കും ഉണ്ടാവില്ല. പക്ഷേ അതൊരു വലിയ പണിയാണ്. അന്നൊരു വലിയ പണിയായിരുന്നില്ല, പക്ഷേ ഇന്ന് അതൊരു വലിയ പണിയാണ്. ഇന്നത് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് അതൊരു വലിയ അധ്വാനമുള്ളൊരു പണിയായിരുന്നു. പക്ഷേ അന്ന് എല്ലാ ദിവസവും ചെയ്തിരുന്ന ഒരു പണിയായിരുന്നു അത്. തുണി കഴുകട്ടെ എന്ന് പറഞ്ഞാൽ കിണറ്റുകരയിലേക്ക് പോകുന്നു, കഴുകുന്നു, അരമണിക്കൂറോ ചിലപ്പം 3/4 മണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് ആ കഴുകൽ കഴിഞ്ഞ് വരുന്നു. അങ്ങനെയായിരുന്നു. കഴുകിക്കഴിഞ്ഞ തുണികളൊക്കെ വീണ്ടും വീണ്ടും കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്. അത് നമുക്കൊരു പ്രശ്നമല്ല. വലിച്ചെടുക്കുന്നു, കിണറ്റിൽ നിന്ന് ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു, അതിൽ മുക്കി നന്നായിട്ട് മുക്കി പിഴിഞ്ഞ് ഒലുമ്പി കഴുകി പിഴിഞ്ഞ് ഒരു ബക്കറ്റിലേക്ക് ഇടുന്നു. ആ അലക്കിയ വസ്ത്രങ്ങളുമായിട്ട് നമ്മൾ മുറ്റത്തേക്ക് വരുന്നു. അപ്പോൾ എല്ലാ വീടിനും നല്ല വിശാലമായ മുറ്റങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു, ഇന്നത്തെ പോലെയല്ല. ആ വിശാലമായ മുറ്റത്ത് പ്ലാസ്റ്റിക്കിൻ്റെ നൂല് കൊണ്ട് അയലുകളുണ്ടായിരുന്നു എല്ലാ വീടുകളിലും. അപ്പോൾ നമ്മൾ മുറ്റത്ത് ബക്കറ്റ് കൊണ്ടുവച്ച് ആ ബക്കറ്റിലെ തുണികൾ ഓരോന്നോരോന്നായി എടുത്ത് കുടഞ്ഞ് ആ പ്ലാസ്റ്റിക്കിൻ്റെ അയലിൻ്റെ മേൽ ഇത് വിരിച്ചിടുന്നു ഉണങ്ങാൻ വേണ്ടി. ആ വിരിച്ചിടുന്ന സമയത്ത് ക്ലിപ്പുകളോ ഒന്നും അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്ന് കാറ്റത്ത് പറന്നങ്ങനെ നിലത്ത് വീഴുന്നതൊക്കെ വളരെ കുറവായിരുന്നു. നല്ല വെയിൽ കൊണ്ട് ഉണങ്ങുന്ന വസ്ത്രങ്ങളുടെ ആ ഒരു വൃത്തി കല്ലിലിട്ട് അടിച്ച് അലക്കി വെയിലത്ത് അയലുമ്മ കിടന്ന് ഉണങ്ങി വരുന്ന ആ വസ്ത്രങ്ങൾ എടുത്ത് വെക്കുമ്പം അതിന് ചെറുതായിട്ടൊരു അലക്കുന്ന സോപ്പിൻ്റെ ഒരു മണവും ഒക്കെ ആയിട്ട് മടക്കി വെക്കുമ്പോഴുള്ള ആ ഒരു കൈ കൊണ്ട് തൊടുമ്പോഴുള്ള ഒരു വൃത്തി ഇന്നത്തെ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പിയ വസ്ത്രങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പിന്നെ കാലം മാറുമ്പം കാലത്തിനനുസരിച്ച് നമുക്കും പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മാറി. ആ അലക്കിയ വസ്ത്രങ്ങളൊക്കെ അയലുമ്മലിടുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വെളുത്ത വസ്ത്രങ്ങളുണ്ടാവും. മുണ്ടുകൾ, സെറ്റ് മുണ്ടുകൾ, പിന്നെ ബനിയനുകൾ, അങ്ങനെയുള്ള വെളുത്ത വസ്ത്രങ്ങൾ. ഈ വെളുത്ത വസ്ത്രങ്ങളൊക്കെ നീലം മുക്കണമെന്ന നിർബന്ധമാണ്. നീലം എന്ന് പറഞ്ഞാൽ ഒരു തീപ്പെട്ടിയുടെ അത്ര വലിപ്പത്തിലുള്ള ഒരു ചെറിയ പെട്ടി പോലത്തെ ബോക്സ്. റോബിൻ എന്നൊക്കെയാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. പൊടിയാണ്, നീലത്തിൻ്റെ പൊടി. അത് ബക്കറ്റിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഈ പൊടിയിട്ട് കലക്കി അതിൽ ഈ വെള്ള വസ്ത്രങ്ങൾ മുക്കി ആ വെള്ളയെ ഒന്നും കൂടി ശുഭ്രതയുള്ളതാക്കി പിഴിഞ്ഞ് ആറിയിടണം. ഇതൊക്കെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ചില മുണ്ടുകൾ, വേഷ്ടികൾ, സെറ്റ് മുണ്ടുകൾ, അങ്ങനെയുള്ള മുണ്ടുകളൊക്കെ കഞ്ഞി മുക്കണം. ഷർട്ടുകൾ ഒക്കെ
കോട്ടൻ്റെ സാധനങ്ങളൊക്കെ കഞ്ഞി മുക്കണം. അപ്പോൾ അതിന് കഞ്ഞിവെള്ളം വേണം. ഇന്നത്തെ പോലത്തെ സ്റ്റാർച്ചും സാധനങ്ങളൊന്നും അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമ്മൾ കഞ്ഞിക്കലം, ചോറ് കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അടുപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വിറക് പുരയിലോ എവിടെയെങ്കിലും ചോറ് കമിഴ്ത്തി വെച്ചിട്ടുണ്ടാവും. ആ ചോറെടുത്ത് നിവർത്തി കഞ്ഞിക്കലം എന്ന് പറഞ്ഞാൽ അതിൽ കഞ്ഞിവെള്ളം ഉണ്ടാവും. അതിൽ പാടയും ഉണ്ടാവും. ആ പാട അങ്ങോട്ട് ഊതി മാറ്റും, അല്ലെങ്കിൽ കൈ കൊണ്ട് അങ്ങോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് കഞ്ഞിവെള്ളം ബക്കറ്റിലേക്ക് ഒഴിച്ചെടുത്ത് അതിൽ കുറേ കൂടി വെള്ളം മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് അതിൽ ഈ പറയുന്ന ഡ്രസ്സുകൾ, കഞ്ഞി മുക്കേണ്ടതായ ഡ്രസ്സുകളൊക്കെ കഞ്ഞി മുക്കി നന്നായിട്ട് കുടഞ്ഞ് നമ്മൾ നീർത്തി മുറ്റത്തെ അയലിൻ്റെ മേലെ ആറിയിടും. അങ്ങനെ ഉണങ്ങി വരുമ്പം ആ ഡ്രസ്സുകൾക്കൊക്കെ ഒരു ഒട്ടിപ്പിടിക്കലും ഒരു ചുളിവൊക്കെ ഉണ്ടാവും. ആ വസ്ത്രങ്ങളൊക്കെ ഇസ്തിരി ഇടണമെങ്കിൽ അത് രണ്ടാൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. മുണ്ടൊക്കെ ആണെങ്കിൽ, ഡബിൾ മുണ്ടൊക്കെ ആണെങ്കിൽ, ഞാനൊക്കെ ഒരുപാട് ഈ പണി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും ക്ലിയറായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. അച്ഛൻ്റെയൊക്കെ മുണ്ടുകളൊക്കെ ആയിരുന്നു അന്ന്. അപ്പോൾ ആ മുണ്ടൊക്കെ രണ്ടാൾ, ആരെങ്കിലും ഒരാൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അതിൻ്റെ മൂലകൾ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് അതിൻ്റെ ആ ചുളിവൊക്കെ നിവർത്തണം. അങ്ങനെയാണ് നമ്മളുടെ അന്നത്തെ കാലത്തെ അലക്കലുകൾ ഉണ്ടായിരുന്നത്. എന്നിട്ടെന്താ, ഈ മുറ്റത്തിട്ടുന്ന തുണികളൊക്കെ വെയിലുള്ള സമയത്ത് വേനൽക്കാലത്ത് നല്ല സുഖമായി ഉണക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മടക്കി വെക്കാൻ പറ്റും. പക്ഷേ മഴക്കാലം വന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഈ പറയുന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി ഇടുന്നു, ചെറിയ വെയിലുള്ള സമയത്ത് ഇടുന്നു. അപ്പം തന്നെ ഒരു മഴച്ചാറ്റ് വരുമ്പം ഈ തുണികളെല്ലാം വലിച്ചെടുക്കുന്നു, നമ്മുടെ കൈത്തണ്ടയിലേക്ക് വലിച്ചെടുക്കുന്നു, നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ ചെന്ന് നമ്മൾ അത് ആറിയിടാൻ ശ്രമിക്കുന്നു. അവിടെയുള്ള അയലുണ്ടാവും, വിറക് പുരയിലോ എവിടെയെങ്കിലുമുള്ള അയലിൻ്റെ മേലേക്ക് നമ്മൾ ആറിയിടാൻ ശ്രമിക്കുന്നു. അവിടെയൊക്കെ എങ്ങനെയെങ്കിലും ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ആറിയിടാന്ന് ഞാൻ പറയുന്നത് ആറാനിടുക എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ആറിയിടാന്നാണ് പറയാറ്. ആറിയിടുന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല വെയിൽ മുറ്റത്ത് വരുന്നു. ഉടനെ ഈ തുണികളൊക്കെ എടുത്ത് ശുഭാപ്തി വിശ്വാസത്തോടെ മുറ്റത്തേക്ക് ഓടുന്നു. മുറ്റത്തെ അയലിൽ ഇതെല്ലാം വീണ്ടും വിരിച്ചിടുന്നു. ഈ വിരിച്ചിടുന്നതിനിടയ്ക്ക് നമ്മൾ വേറെ എന്തോ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടക്കാണ് കേട്ടോ ഈ ഓടി വരുന്നത്. അത് കയ്യും കഴുകി ഓടി വന്ന് ഈ തുണികളൊക്കെ എടുത്ത്, വെള്ള തുണികളൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ടേ, അതൊക്കെ നമ്മൾ കൊണ്ടുപോയി ആറിയിടുന്നു. ആറിയിട്ട് ഒരു 10 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂർ കഴിയുമ്പം ദാ വരുന്നു വീണ്ടും ശക്തിയുള്ള മഴ. വീണ്ടും അടുക്കളയിൽ നിന്ന് ഓടുന്നു, ഈ തുണികളെല്ലാം എടുക്കുന്നു, നമ്മളെ വിറക് പുരയിലോ അല്ലെങ്കിൽ ഇറയത്തോ എവിടെയെങ്കിലും കെട്ടി വെച്ചിട്ടുള്ള അയലിൻ്റെ മേലെ വീണ്ടും ഇത് കൊണ്ടിടുന്നു. അങ്ങനെ ഈ ഒരു കലാപരിപാടി ഒരു 3, 4, 5 പ്രാവശ്യം ഒരു ദിവസം തന്നെ അരങ്ങേറുന്നതായിരിക്കും. എല്ലാ വീടുകളും നടക്കുന്നൊരു പരിപാടിയാണിത്. പിന്നീടാണ് ആളുകളൊക്കെ അതിന് പ്രത്യേക സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി ആറിയിട്ട് കുറച്ച് മഴയാണെങ്കിൽ ഇനി ഇന്ന് മുറ്റത്തേക്ക് ഇടണ്ട എന്ന് പറയും. പക്ഷേ ഈ വെയിലത്ത് ഉണങ്ങാതെ മഴക്കാലത്ത് ഉള്ളിലിട്ട് ഉണക്കിയെടുക്കുന്ന വസ്ത്രങ്ങൾക്കൊരു സുഖമില്ലാത്തൊരു മണം അനുഭവപ്പെടും. അതൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ല, വെയിലത്ത് ഉണങ്ങാത്ത. ഇന്ന് അതെല്ലാം മാറി വാഷിംഗ് മെഷീനുകളൊക്കെ വന്നു. ആദ്യം സെമി ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇപ്പം ഫുള്ളി ഓട്ടോമാറ്റിക്. ഒരു പ്രശ്നമില്ല. തുണികളെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്നു. സോപ്പ് പൊടിയോ ലിക്വിഡായി മാറി ഇപ്പം, അത് ലിക്വിഡ് ഇടുന്നു. കംഫർട്ട് എന്ന് പറഞ്ഞ ലിക്വിഡും കൂടി അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ തുണികളൊക്കെ നല്ല സൂപ്പർ മണം. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ കഴിയുമ്പം എല്ലാ തുണികളും കഴുകി ഉണങ്ങി നമ്മളെ വിളിക്കും, വിസിലടിച്ച് വിളിക്കും, ദാ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ചെല്ലുക, തുണികളൊക്കെ എടുക്കുക. അപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഏകദേശം ഒരു 80% ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് കുടഞ്ഞ് ബാൽക്കണിയിലോ എവിടെയുള്ള ചായലിൻ്റെ മേലേക്ക് അങ്ങോട്ട് ആറിയിട്ടാൽ മഴ വരുമ്പോൾ ഓട്ടവും ഇല്ല, ചാട്ടവും ഇല്ല. നല്ല സുഖമായി 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ ഡ്രസ്സുകളും സുഖമായി ഉണങ്ങിക്കിട്ടുന്നു. എല്ലാം മടക്കി അലമാരയിലേക്ക് വെക്കുന്നു. ഇതാണ് അന്നത്തെയും ഇന്നത്തെയും അലക്കലുകൾ തമ്മിലുള്ള വ്യത്യാസം. അന്നത്തെ അലക്കൽ പക്ഷേ ഒരു വിഷമമുള്ളൊരു ജോലി ആയിരുന്നെങ്കിലും നമുക്ക് അത് ആ അലക്കി കിട്ടുന്ന വസ്ത്രങ്ങളുടെ ഒരു വെണ്മയും ഒരു വൃത്തിയും ഇന്നത്തെ വാഷിംഗ് മെഷീനിൽ അലക്കിയ തുണികൾക്കില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഒന്നും അലക്കാറില്ല, ഇപ്പോഴും കല്ലിലിട്ട് തന്നെയാണ് അലക്കാറെന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ തന്നെയാണ് അലക്കുന്നത് കുറേ വർഷങ്ങളായിട്ട്. അപ്പം അതുകൊണ്ട് കല്ലിൽ കുത്തി അലക്കുന്നതൊന്നും നമുക്കൊരു ഇപ്പോൾ ചെയ്യാൻ ആവില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ പറഞ്ഞു പോയൊരു കാര്യം, നമ്മൾ കല്ലിൽ സോപ്പിട്ട് അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെ സോപ്പ് തീരാനാവുമ്പം ആ സോപ്പ് ആ കല്ലിൻ്റെ മേലേക്ക് ഉരച്ചു പിടിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. ചെറിയ അലിഞ്ഞ് തീരാനായ സോപ്പ് ആ കല്ലിൻ്റെ മേലേക്ക് ഉരച്ച് വെച്ച് അതിൻ്റെ മേലെ തുണികൾ കുത്തി തിരുമ്പി ആ ഫുൾ സോപ്പും യൂസ് ചെയ്യുന്നൊരു പരിപാടിയും കൂടി അതിനിടയ്ക്കുണ്ട്. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ ആ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ. അവർക്കൊക്കെ ഇത് ഞാൻ പറയുമ്പം നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ടാവും. ശരിക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഓർമ്മകൾ ഒന്ന് പറയൂ.